ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ബീറ്ററോ ഓവണോ ഉപയോഗിക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓറഞ്ച് കളറ് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിൻ്റെ ഭാഗം വരുന്നുണ്ട്. ആ ഒരു ഭാഗം പെടാതെ നല്ല ശ്രദ്ധയോട് കൂടി വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ആ ഒരു വൈറ്റ് ഭാഗം പെടുന്ന സമയത്ത് ഒരു കയ്പ്പ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല ശ്രദ്ധയോട് കൂടി തന്നെ വളരെ പതുക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാകും. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കണം. ഏകദേശം 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതേ ഒരു ഓറഞ്ച് തന്നെ ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഞാൻ 2 ചെറിയ ഓറഞ്ചാണ് ഇത്രയും ജ്യൂസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വലിയ മുട്ടയാണെങ്കിൽ 2 മതിയാകും. ഇനി ഇത് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമുക്ക് കോഴിമുട്ടയ്ക്ക് പകരം തൈരും യൂസ് ചെയ്യാം. 1/2 കപ്പ് കട്ട തൈരാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ 1/2 കപ്പ് പാലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ടയാണ് ഉപയോഗിക്കുന്നത്. മുട്ട തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തൈരോ അല്ലെങ്കിൽ പാലോ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ തന്നെ വേണമെന്നില്ല, അതിന് പകരം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം 1.5 ടീസ്പൂണോളം ഉണ്ടാകും. 1 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ബൗളിൻ്റെ മുകളിൽ അരിപ്പ പിടിച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് 1 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് നല്ല ഓറഞ്ച് കളർ വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു ഓറഞ്ച് കേക്ക് ഞാനിവിടെ 3 ലിറ്ററിൻ്റെ ചെറിയ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ബട്ടർ പേപ്പർ വിരിച്ചിട്ട് പിന്നെയും ജസ്റ്റ് ഒന്ന് ബട്ടർ തടവി കൊടുത്തിട്ടാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ പേപ്പറിന് പകരം നമുക്ക് A4 ഷീറ്റും യൂസ് ചെയ്യാവുന്നതാണ്. കുക്കറിൻ്റെ അതൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ കേക്ക് റെഡിയാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുക്കറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റും. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുക്കർ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാൻ താഴെ ഒരു പാനും കൂടെ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ചെറിയ തീയിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഊരിയിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതൊരു 40-45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ചെറിയ തീയിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്ക് ഏകദേശം 20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. അതിന് മുമ്പ് തുറന്ന് നോക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കി, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഈ ഒരു ചൂടിൽ ജസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടെ വെക്കാം. അതിന് ശേഷം കുക്കറൊന്ന് ചൂടാറിന് ശേഷം ഇത് കുക്കറിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ കേക്ക് ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കേക്കുമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഓവണോ ബീറ്ററോ ഒന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.